ഒരു സംഭവം പറഞ്ഞ ബെന്നി വരുന്നത് പെണ്ണ് പറഞ്ഞ ഓ ഇച്ചാനല്ലേ എപ്പോഴും പെണ്ണുങ്ങളുടെ വിചാരമല്ലേ ഉള്ളു. ബെന്നി വരുന്നെന്ന്. ബെന്നിയാ? ഏത് ബെന്നി? ഇച്ചാൻ എത്ര ബെന്നിമാരെ അറിയാം? അങ്ങനെ ചോദിച്ചാ പോസ്റ്റ്മാൻ ബെന്നി അറിയാം, പിന്നെ പള്ളിമുക്കില് ശവപ്പെട്ടി കച്ചവടം നടത്തുന്ന ബെന്നി അറിയാം, പിന്നെ നമ്മുടെ വീട്ടിൽ റബ്ബർ വെട്ടാൻ വരുന്ന ബെന്നി അറിയാം. ആ ബെന്നിയാ? റബ്ബർ ഞാൻ വെട്ടുകത്തിക്ക് നല്ല വെട്ടുവെച്ച് തരും. ഇച്ചായ മേരി ആന്റിയുടെ മോൻ ബെന്നി വരുന്നെന്ന്. ബെന്നിയാ? അവനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കണേ? കെട്ടിയെടുക്കുന്ന? അല്ല സോറി, വരുന്നേ. അവന്റെ ചേച്ചിനെ കാണാൻ തോന്നുമ്പോ ഇങ്ങോട്ടല്ലാതെ പിന്നെ അങ്ങോട്ട് പോകും. ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായല്ലോ, ഇതുവരെ അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് ആഗ്രഹം പൊട്ടിമുളച്ച് വരാൻ എന്താ കാരണം? അത് ഇച്ചായ ഇവൻ ഇവിടെ ഏതോ ഒരു കമ്പനിയിൽ എന്തോ കാര്യത്തിന് വേണ്ടി വരുന്നതാ. മേരി ആന്റി എന്തോ ഒരു പേര് പറഞ്ഞേ, എനിക്കത് അങ്ങോട്ട് മനസ്സിലായില്ല. കമ്പനിയില് ജോലിക്കണോ? ജോലിക്കല്ല, അവന്റെ പഠിത്തം ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇന്റേൺഷിപ്പ്. അത് തന്നെ ഇപ്പൊ ഇച്ചായൻ പറഞ്ഞത്. ഏത്? ഷിപ്പ്. ഇത് തന്നെയാണ് പറഞ്ഞത്. എന്ത്? അപ്പൊ കുറച്ച് ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവും പറഞ്ഞു. നമ്മുടെ ഇവിടെ അവരാദ്യം ഏതോ ഹോസ്പിറ്റലൊക്കെ നോക്കിച്ചായ. ഹോസ്റ്റലിലൊക്കെ നോക്കി. പിന്നെ ആന്റി പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ളപ്പോ അവൻ എന്തിനാ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോണത്, അല്ല ഹോസ്റ്റലിൽ പോണത്, ഇവിടെ നിന്നാ പോരേന്ന്. ഹോസ്റ്റലിൽ നിൽക്കുന്നതായിരുന്നു നല്ലത്. എന്താ ഇച്ചാൻ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത്? അവന്റെ ചേച്ചിയാ ഞാൻ ഇവിടെ ഉള്ളപ്പോ അവരെന്തിനാ വേറെ ഹോസ്റ്റലിൽ തപ്പി പോണത്? അടങ്ങടി. എന്റെ മോള് കാര്യം പറ. ഇച്ചാന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. എന്നാ? എന്റെ ബന്ധുക്കാരെ ഇച്ചാന് മനസ്സിൽ പിടിക്കത്തില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞോടി. എടി ഞാൻ അതുകൊണ്ട് പറഞ്ഞതൊന്നും അല്ല. ഇവിടെ ഇപ്പോഴത്തെ പിള്ളേരുടെ രീതികളൊക്കെ വേറെയാണ്. അവർക്ക് ഇങ്ങനെ വീട്ടിലൊന്നും വന്ന് നിന്നാൽ ശരിയാവത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം. അങ്ങനെ ഹോസ്റ്റലിലൊക്കെ പോയി നിന്നാലേ അവര് സെൽഫ് റിലയന്റ് ആവുള്ളൂ. ഇച്ചായൻ കടുകട്ട് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ് എന്നെ തളർത്താനൊന്നും നോക്കണ്ട. എന്റെ ബെന്നി ഉണ്ടല്ലോ, ഒരുപാട് വലിയ സ്വാതന്ത്ര്യമൊന്നും ആഗ്രഹിക്കുന്ന ഒരാളൊന്നും അല്ല. അവനെ ഇപ്പോഴത്തെ പയ്യന്മാരെ പോലൊന്നും അല്ല ഇച്ചായ. ഒരു ദുശീലവും ഇല്ല, കള്ളു കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, അനാവശ്യമായിട്ട് ഒരു പെണ്ണുങ്ങളെ മൈൻഡ് ചെയ്ത പോലും ഇല്ല. അങ്ങനെയാണ് ആന്റീനെ അവൻ വളർത്തിയിരിക്കുന്നത്. അല്ല അങ്ങനെ പറഞ്ഞത്. കൺഫ്യൂഷൻ ആക്കല്ലേ ഇച്ചായ. ശരിക്കും ആരെ വളർത്തി? ആന്റി അവനെ വളർത്തിയിരിക്കുന്നത്. അങ്ങനെ പറ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. കുഞ്ഞായിരിക്കുമ്പോഴല്ലോ ഇച്ചായ അവന്റെ പൊടിയാണ്. കുഞ്ഞായിരിക്കുമ്പോ എല്ലാരും പൊടിയാ. അവനില്ലേ ചായ എപ്പോഴും ഇല്ലേ ആലീസ് ചേച്ചി ആലീസ് ചേച്ചി തന്നെ വിളിക്കുന്ന. ആലീസ് ചേച്ചിന്ന് വിളിച്ചിട്ടില്ലേ എന്റെ പുറകെ ഇങ്ങനെ താറാവ് നടക്കണ പോലെ ഇങ്ങനെ നടക്കും വെച്ചായ. അതൊക്കെ 10-15 വർഷം മുന്നേ അല്ലേ. ഇപ്പൊ അവൻ വളർന്ന് പന പോലെ ആയി കാണും. പിന്നെ വളർന്ന് പന പോലെ ആയാലും എന്റെ അനിയൻ അല്ലാതാവോ? എന്തായാലും അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണില്ല. പ്രശ്നം ഉണ്ടാവാതിരുന്നാ നന്നു, ഇല്ലെങ്കിൽ എനിക്ക് പണിയാവും. മേരി ആന്റിയെ വളർത്തി അവൻ വരുന്നുണ്ട്. ഇനി എന്നെ വളർത്തുമായിരിക്കും. എന്താ ഇച്ചാൻ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത്? എങ്ങനെ? അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ കൊള്ളാന്ന്. ഇതിനു മുമ്പ് അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് ഇച്ചാൻ കേട്ടിട്ടുള്ളത്? എന്റെ ആലിസെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അവന് നിന്നോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കിൽ അവൻ ആദ്യം ഹോസ്റ്റൽ അന്വേഷിച്ചെന്തിനാ നേരെ ഇങ്ങോട്ട് വരേണ്ടതല്ലേ? ചേച്ചിയോട് അത്ര സ്നേഹമാണല്ലോ. എന്റെ ഇച്ചായ അത് അവൻ നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ അവൻ പാവം പിടിച്ചൊരു ഇച്ചായ. കുഞ്ഞുനാള് തൊട്ടേ അങ്ങനെ തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് അവന് ഇഷ്ടമല്ല. ശരി ആയിക്കോട്ടെ. എന്നാലും ഇച്ചാനൊരു തൃപ്തിക്കുറവുണ്ടല്ലോ. ഞാൻ കരുതുന്നത് നാട്ടിൽ നിന്ന് ബെന്നി വരുന്നുള്ള വാർത്ത കേൾക്കുമ്പോ ഇച്ചാൻ ഭയങ്കര സന്തോഷാവുന്ന. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നാട്ടിൽ നിന്ന് ഒരാൾ വരുമ്പോ നമ്മൾ സന്തോഷിക്കാതിരിക്കേണ്ട കാര്യം എന്താ? ഇതിപ്പോ ഇച്ചായന്റെ ബന്ധുക്കാരെങ്ങനെ വരുന്നെങ്കിലേ ഇച്ചായൻ ഭയങ്കര സന്തോഷായന. ഇതിപ്പോ എന്റെ അനിയനായി പോയില്ലേ. നീ എന്തിനാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്? ബെന്നി വരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പോരെ, അവനെന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. എത്ര നാൾ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവും. മോള് പോയി ആരാന്ന് നോക്കി ചെല്ല്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറല്ലേ ഇവിടെ? ഉണ്ട്. ഇച്ചായ പവിത്രം വിളിക്കുന്നേ. അതെ വരുന്ന. പവിത്ര ഒരു സംഭവം അറിഞ്ഞാ? എന്റെ അനിയൻ ബെന്നി വരുന്നുണ്ട് നാളെ. കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു അനിയനുണ്ടോ?
അങ്ങനെ ഒരു അനിയന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ സ്വന്തം അനിയനല്ല, എന്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ മോൻ. അവനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇവിടെ ഏതോ ഒരു കമ്പനിയിൽ ട്രെയിനിങ്ങിന് വരുക. ഓഹോ. ആലിസേ, എന്തോ ചായ എടുത്തടി. എടുക്കാം. എന്റെ സാറേ, പൗത്രന്റെ വേണോ ചായ? എനിക്ക് വേണ്ട ചായ ഒന്നും വേണ്ട. എന്താ വന്നേ? സാറേ, പിന്നെ ഞാൻ നമ്മുടെ ആ ഹോസ്പിറ്റലിൽ അന്ന് ആ ഇലക്ട്രീഷ്യന്റെ വർക്ക് ചെയ്ത പുള്ളിയില്ലേ, പുള്ളിക്ക് പൈസ കിട്ടിയില്ലെന്നും പറഞ്ഞ് പുള്ളി വിളിയോട് വിളിയായി. എന്നെ നിലത്തും താഴെ നിർത്തുന്നില്ല. സർക്കാരിന്റെ കാര്യമല്ലേ പവിത്ര, എഴുത്തൂത്തൊക്കെ കഴിഞ്ഞ് ബില്ല് ഞാൻ അയച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം കാശ് കിട്ടും. ഇല്ലേ ഞാൻ തരാന്നേ. അല്ല, ഡോക്ടർ തരുമെന്ന് എനിക്കറിയാം, എന്നാലും അതല്ലല്ലോ. അല്ല, അത് വിട്. ആരാണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആരാ വരുന്നത്? അത് ആലീസിന്റെ ആന്റിയുടെ മോനാ ബെന്നി. അവനിവിടെ ഏതോ കമ്പനിയുടെ ഇന്റേൺഷിപ്പിനോ അങ്ങനെ എന്തിനോ ആണ്. അവൻ നേരിട്ട് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്തിനാ വന്നതെന്ന്. അതിനിപ്പോ കുഴപ്പമില്ല, ഡോക്ടർക്ക് ഒരു കമ്പനി ആയില്ലേ. ഓ, നമുക്ക് അവനൊന്നും പറ്റത്തില്ല. ഇപ്പോഴത്തെ പിള്ളേരോട് പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ലെന്നേ. അങ്ങനെ സ്മോളൊക്കെ അടിക്കുന്ന കൂട്ടത്തിലുള്ള പയ്യനാണോ? അതാ പറഞ്ഞത്, അവൻ എനിക്ക് പറ്റിയ കമ്പനി അല്ലാന്ന്. ഇവനെ ആളെ എന്നാ മുതലാന്നറിയാവോ? ഇവൻ 10ാം ക്ലാസ്സിൽ അവളില്ലല്ലോ അല്ലേ? ഇവനെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഇവന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഒളിച്ചോടി. ഇവനോ? പിന്നെ 2 ദിവസം കഴിഞ്ഞ് കോയമ്പത്തൂരിൽ നിന്നാണ് കിട്ടിയത്. പെൺകുട്ടിയുടെ വീട്ടുകാർ നാണക്കേട് പേടിച്ച് കേസൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. 15ാമത്തെ വയസ്സിൽ ജഗരില്ലാടിയാണല്ലോ. ഇതൊന്നും അല്ല, അവൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ചിരുന്ന ഫിസിക്സ് ടീച്ചറിന് പ്രേമലേഖനം കൊടുത്തു. പിന്നെ അതിന് 2 ആഴ്ച സസ്പെൻഷനൊക്കെ കിട്ടിയവനാ. എന്നാ മുതലാന്നറിയാവൻ. ഇവനൊക്കെ എന്നാ മനുഷ്യനാണ്. പഠിപ്പിച്ചോണ്ടിരുന്ന ടീച്ചറെ പ്രേമിക്കൂ. നമ്മളൊന്നും പഠിച്ചിരുന്ന കാലമല്ല പവിത്ര ഇത്. ഞാൻ കോളേജിൽ പോയിട്ടില്ലല്ലോ. എനിക്കും തോന്നിയായിരുന്നു. ഇല്ലേ? അല്ല, ഒരു കണക്കിന് നോക്കിയാൽ നന്നായി കോളേജിൽ പോകാതിരുന്നത്. ഞാൻ ഇറങ്ങും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നെ വിളിച്ചാൽ മതി. അതെ, ശരി സാർ. ശരി. വെറുതെ അല്ല, സ്വയം സഹായമായിട്ട് നടക്കണം. പഠിപ്പൊന്നും ഇല്ല അവന്. ദൈവത്തിനാണ് മനുഷ്യന് ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കൂല എന്ന് തന്നെ. എന്ത് പറ്റി സത്യേട്ടാ? കേട്ടില്ലേ അപ്പുറത്തൊരു അലവലാതി വരുന്ന കാര്യം? ആ ചെറുക്കൻ അവിടെ വരുന്നതിന് സത്യേട്ടൻ എന്താ? ആർച്ചേ, അവനെ പറ്റിയുള്ള മുഴുവൻ വിശേഷം നീ കേട്ടില്ലല്ലോ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠിപ്പിച്ച ടീച്ചർക്ക് പ്രേമലേഖനം കൊടുത്തവനാണ് അവൻ. അതിനർത്ഥം എന്താ? പ്രായമായ സ്ത്രീകളെ പിന്നാലെ പോകുന്ന വായി നോക്കിയാണ് ഈ ബെന്നി എന്ന് പറയുന്നവൻ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. സത്യേട്ടൻ എന്നെ പറ്റി വേവലാതിപ്പെടണ്ട. വേവലാതി പെടും. ഞാനൊരു കാര്യം പറയാം. കൊച്ചു പയ്യനാണ്, ആലീസിന്റെ അനിയനാണ് എന്നുള്ള പരിഗണനയും കൊടുത്ത് അവനോട് ലോഹ്യം കൂടാൻ നിൽക്കണ്ട. അവനെ വളരെ അധികം സൂക്ഷിക്കണം. എൻ്റെ ദൈവമേ, ഇമാതിരി കേസല്ല എൻ്റെ പിന്നാലെ വരുന്ന എന്തിനാന്നാ ഞാൻ ആലോചിക്കണം. ആലീസേ, ആരോ ഗസ്റ്റ് ഉണ്ടെന്ന് കേട്ടല്ലോ. പവിത്രനാ പറഞ്ഞത്. ആലീസിന് അനിയനാ? അത് ആന്റിയുടെ മോനാ. എന്താ പേര്? ബെന്നി. ജോലിയുണ്ടോ? ജോലി ആയില്ല, അവൻ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളു. ഇവിടെ എന്തോ കാര്യത്തിന് വരുന്നാന്ന് പവിത്രം പറഞ്ഞിരുന്നു. അതെ, ഒരു കമ്പനിയിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാ. കുറച്ചു ദിവസം ഇവിടെ കാണുമോ? കാണും. അപ്പൊ ആലീസിനൊരു കൂട്ടായി. രാവിലെ ഡോക്ടർ പോയി കഴിഞ്ഞാൽ ആലീസ് ഒറ്റയ്ക്കല്ലേ? ഇല്ല, ബെന്നിയും രാവിലെ പോകും, പിന്നെ വൈകിട്ടേ വരത്തുള്ളു. ആലീസിന്റെ വീടിന്റെ അടുത്താണോ ബെന്നിയുടെ വീട്? ഇവർക്കിത് എന്തൊക്കെ അറിയണം? അതെ അതെ. എന്ത് പ്രായമുണ്ട്? എന്താ കല്യാണാലോചനയാണോ? ഒരു 10-25 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പൊ നല്ല പ്രായമാ. പ്രേമം വല്ലതും ഉണ്ടോ? ഭയങ്കര ശല്യമായല്ലോ. എനിക്കറിയത്തില്ല, ഞാൻ അവന്റെ ചേച്ചിയല്ലേ, എനിക്കിതൊക്കെ അവനോട് ചോദിക്കാൻ പറ്റുമോ? സാധാരണ ചേച്ചിമാരോട് അനിയന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നേ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ആ പതിവില്ല. അല്ല, ബെന്നി എന്നാ വരുന്നേ? നാളെ വരും. അപ്പൊ ആലീസ് തിരക്കായി. അനിയൻ വരുമ്പോ കാര്യമായിട്ട് എന്തെങ്കിലും പച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട. അവനെ വീട്ടില് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വളർന്നു വെച്ച. അപ്പൊ ശരി, ബെന്നി വരുമ്പോ കാണാം. ശരി. എന്ത് കാണാന്ന്? അല്ല, ആണുങ്ങളുടെ ഒക്കെ കാര്യം പറയുമ്പോ പെണ്ണുപിള്ളയുടെ ഇളക്കം കണ്ടില്ലേ? അപ്പുറത്തെ തമ്പുരാട്ടിയെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ബെന്നി വരുന്ന കാര്യമൊക്കെ അറിഞ്ഞ്. അതെങ്ങനെ? പവിത്ര പറഞ്ഞത്. എന്തൊക്കെ അയച്ച അവർക്ക് അറിയേണ്ടത്? ബെന്നിക്ക് എത്ര വയസ്സുണ്ട്, എത്ര വരെ പഠിച്ചിട്ടുണ്ട്, അവന് ജോലിയുണ്ടോ, ഇനി വല്ല പെണ്ണുങ്ങളുമായിട്ട് പ്രേമമുണ്ടോ, ഇതൊക്കെ എന്തിനാണ് ഇവരറിയുന്നത്? അവര് വെറുതെ അന്വേഷിച്ചതാവൂടി. ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ തിരക്കി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവരുടെ വീട്ടിൽ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ലല്ലോ. ഇവർക്ക് ഈ നാട്ടുകാരുടെ കാര്യങ്ങൾ മൊത്തം അറിയണം. ഇച്ചായ, ഇന്നലെ തന്നെ
ഇന്നലെ രാവിലെ സത്യപാലൻ സാറ് പോയി കഴിഞ്ഞപ്പം ഒരു പയ്യൻ ബൈക്കിൽ വന്നവിടെ. കയ്യിലൊരു ഡയറി ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ കരുതി പഞ്ചായത്തിൽ ആരെങ്കിലും ആയിരിക്കും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നതായിരിക്കുമെന്ന്. അങ്ങനെ വന്നവരെ പുറത്ത് നിർത്തി സംസാരിച്ച പോരെ, ഇവരെന്ത് ചെയ്തെന്നറിയോ? അവനെ വിളിച്ച് നേരെ അകത്തോട്ട് പോയി. എടി വേണ്ടപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ അവരെ പുറത്തു നിർത്തി സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല ഇച്ചായ. 10 മണിക്ക് വന്നവനെ എത്ര മണിക്കാ തിരിച്ചു പോയെന്നറിയോ? എത്ര മണിക്ക്? 10:25. അതുവരെ നീ നോക്കിക്കൊണ്ടിരുന്നോ? മടുത്തില്ലേടി? ഞാൻ നോക്കിയതല്ലെന്ന്. അവൻ പോകുന്ന കണ്ടപ്പോ ഞാൻ ക്ലോക്കിലോട്ട് നോക്കിയപ്പോ 10:25 എന്നിട്ട് അവൻ എന്തിനാ വന്നത്, അവൻ ആരാണ്, എന്താണെന്ന് ഞാൻ അന്വേഷിക്കാൻ പോയോ? എന്തുകൊണ്ടാ? എന്റെ അന്തസ്. ഇനി അത് പോട്ടേച്ചായ. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോ വേറൊരുത്തൻ വന്ന്. പക്ഷെ ഉണ്ടല്ലോ, അവനെ വീടിന്റെ അകത്തോട്ട് കയറ്റിയില്ല കേട്ടാ, പുറത്ത് നിർത്തി സംസാരിക്കുമായിരുന്നു. പക്ഷെ സംസാരം എന്ന് പറഞ്ഞ ഇച്ചായ എന്തൊരു ചിരിയും ബഹളമായിരുന്നെന്നറിയോ? ഈ റോഡിൽ കൂടെ ആരെങ്കിലും ഒക്കെ പോകുന്നെന്നുള്ള ഒരു ധാരണ വേണ്ട ഇച്ചായ. സത്യം പറഞ്ഞില്ലേ, എനിക്ക് ദേഷ്യം ഇങ്ങനെ എരച്ച് വന്നു കേട്ടാ. പക്ഷെ എന്നിട്ട് ഞാൻ ചോദിച്ചില്ല ഇച്ചായ ആരായിരുന്നു എന്തായിരുന്നെന്ന്. അന്തസ്. കറക്റ്റ്. അതെ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇത്രയും നാളെ വിചാരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ ഇരുന്ന് ബോറടിക്കുന്ന. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് ഒരു ബോറടിയില്ലെന്ന്. നീ ഭയങ്കര ലൈവ് അല്ലേടി. അങ്ങനെ വേണം വീട്ടമ്മമാരായ. അന്തസ് ആക്കിയതാ. ആടാ ബെന്നി, വാ വാടാ. ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങട്ടെ, നല്ല വരാൻ പറ്റും. വാ വാ വാ. വാടാ. ഞാൻ വീട് മാറി വന്നാണ്, വലിയ ബാഗ് ഉണ്ടല്ലോ. എടാ നീ ബൈക്കിലാണോ വന്നേ? ഞാൻ ബൈക്കിൽ നിങ്ങൾ പോരുന്ന ആളിയാ. ഈ ബസ്സിലോ ട്രെയിനിലോ വല്ലോ ആണെങ്കിലേ പിന്നെ ഇവിടുത്തെ ആവശ്യത്തിന് എന്ത്? എന്റെ കാറുണ്ടല്ലോ. അല്ല, അത് അളിയന് വേണ്ടി. അത് ശരിയാ. പിന്നെ ബൈക്കാണ് സൗകര്യം, നമുക്ക് തോന്നുന്ന വഴി പോവാലോ. എടാ വീട്ടിലേതൊരു സുഖമായിട്ടിരിക്കുന്ന? പരമസുഖം. അല്ല ചേച്ചി ഇതാകെ ക്ഷീണിച്ചു പോയല്ലോ, എന്ത് പറ്റി? ആണോ? 24 മണിക്കൂറൂടെ വെറുതെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് അതിന്റെ ക്ഷീണമാ. ഡോക്ടറെ, അന്നല്ലേ വനമാല. ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മണത്തറിയാനുള്ള കഴിവർക്ക് ഉണ്ടായിച്ചായ. ഇതാണോ ബെന്നി? അതെ 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 അതെ. ഹലോ ബെന്നി. ഹായ്. ഇത് ഉണ്ണിയാർച്ച, പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് മെമ്പറിന്റെ ഹസ്ബൻഡ് SI. ആ സത്യപാലൻ സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ ഉള്ളതുകൊണ്ടല്ലോ തെണ്ടി ഇറങ്ങി വന്നത്. ഇതാ സത്യപാലൻ സാർ, SI. ഞാൻ പറഞ്ഞില്ലേ. ആ ഇത് ബെന്നി, ഇവരുടെ ആങ്ങളയാ. ഇനി കുറച്ച് ദിവസം ഇവിടെ കാണും. എന്റെ ജോലി ഇരട്ടിയായി. എടാ സാറിനെ പരിചയപ്പെട്ടിരിക്കുന്ന നല്ലതാ. നീ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടാണെങ്കിലേ സാറിന്റെ പേര് പറഞ്ഞ് ഊരാ നിനക്ക്. ഓ, ഞാൻ എന്താ കുഴപ്പമുണ്ടാക്കാളി. എന്നാലും ഊരിയത് തന്നെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയോണ്ടല്ലോ ചവിട്ടിന്റെ നട്ടില് ഞാൻ ഊരി എടുക്കും. ഉണ്ണിയർച്ച ചേട്ടാ കാണുമല്ലോ അല്ലേ? ഞാനേ കാപ്പി പിടിച്ചിട്ട് കൊണ്ട് വരാം. ആയിക്കോട്ടെ ബെന്നി. ഈ കോമ്പൗണ്ടിൽ കയറിയോ അവന്റെ അവസാനമാണ്. അടച്ചു പോന്നെ, കാപ്പി എടുത്ത് തന്നെ. ഡാടാ ദേ, അവരുമായിട്ട് വലിയ ചങ്ങാത്തത്തിനൊന്നും നിക്കണ്ട. അല്ല തന്നെ അവരൊരു വായി നോക്കിയാ ഇങ്ങോട്ട് വരും മിണ്ടാനൊക്കെ. പക്ഷെ നീ വലിയ മൈൻഡ് ഒന്നും നിക്കണ്ട കേട്ടല്ലോ. ഇത് എടുക്കാൻ പറ്റുമോ നിന്നെ കൊണ്ട്? അതൊക്കെ പറ്റും. ചായ എടുത്ത് വെക്കാൻ വാ. ചേച്ചി പഴയ പോലെ തന്നെയല്ലേ, ഒരു മാറ്റം ഇല്ലല്ലോ. തീരെ ഇല്ല. എങ്ങനെ സഹിക്കുന്നു? എടാ 1500 പേരെ സാക്ഷി നിർത്തി ഈ സാധനത്തിന് എന്റെ തലയിൽ വെച്ച് തന്നിട്ട് ഈ വിനയെ കുറിച്ച് നീ തന്നെ എന്നോട് ചോദിക്കണം.